ജൂലൈ 20 ജൂലൈ 20 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനമാണ്. അടിയന്തരാവസ്ഥയെ നാണിപ്പിച്ച ദിനം. കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ക്രൂരമായി അമിത്ഷയുടെ സൈന്യം തല്ലിച്ചതച്ചു. അവർക്ക് നേരെ ലാത്തികളും പെലറ്റുകളും ഉപയോഗിച്ചു. അവരെ രാജ്യവിരുദ്ധരാക്കാൻ ശ്രമിച്ചു. വിദ്യാർത്ഥികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാൻ പോലീസ് തന്നെ കല്ലുകൾ കൊണ്ടുവന്നത് വാർത്തയായി മാറി. എന്തായാലും വിദ്യാർത്ഥി സമരത്തിന് ഒടുവിൽ, കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് മാത്രം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഥവാ CJPയുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അഭിജിത് ദീപ്കെക്കെതിരെ സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് കേന്ദ്രം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ BJPയിലേക്ക് ചേരാൻ ഭീഷണിപ്പെടുത്തുന്നു. BJPയിലേക്ക് ചേരണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു BJP നേതാക്കൾ. അതെല്ലാം പുറത്തായി കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന പ്രധാനപ്പെട്ട വിക്കറ്റ് തെറിപ്പിക്കാൻ CJPയുടെ സമരത്തിലൂടെ സാധിച്ചു. അടുത്തത് അമിത്ഷയുടെ വിക്കറ്റാണ്. അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് CJP പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. വിദ്യാർത്ഥി സമരത്തെ അതിക്രൂരമാം വിധം അടിച്ചമർത്തിയ അമിത്ഷയുടെ രീതി, അമിത്ഷയുടെ ശൈലി ഒക്കെ ഇപ്പോൾ വാദമായി മാറിയിരിക്കുന്നു. അമിത്ഷയെ BJP തന്നെ കൈവിടുന്ന ഒരവസ്ഥ. ഇത്രയും ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടതുകൊണ്ടാണ് CJP ശക്തി ആർജിച്ചതെന്ന് BJPയിലെ ഉയർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. അനാവശ്യമായ ഒരു ബലപ്രയോഗമാണ് പോലീസ് നടത്തിയത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി സംബന്ധിച്ച വിവാദത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ കളത്തിൽ ഇറങ്ങിയത്. അവർ അവരുടേതായ രീതിയിൽ പ്രതികരിച്ചപ്പോൾ അവർ സമാധാനപരമായി പ്രതികരിച്ചപ്പോൾ അത് അക്രമാസക്ത സമരമാക്കി മാറ്റാൻ കേന്ദ്രം ശ്രമിച്ചു. അവിടെയാണ് കേന്ദ്രത്തിന് പാളിച്ച സംഭവിച്ചത്. എന്തായാലും അഭിജിത് ദീപ്കെ ഇപ്പോൾ ഇന്ത്യയിലെ യുവ നേതാവായി അതിവേഗം മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന തലത്തിലേക്ക്, ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഗൂഢാലോചനകൾ CJPക്കെതിരെ കേന്ദ്രം അമിത്ഷാ നടത്തുന്ന ഗൂഢാലോചനകൾ പുറത്തു വരാനുണ്ട്. അവർ രാജ്യവിരുദ്ധരാണെന്നും രാജ്യവിരുദ്ധമായി ഫണ്ടിങ് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് കേന്ദ്രത്തിന്റെ ആരോപണം. ആ ആരോപണം തെളിയിക്കാൻ അമിത്ഷയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമിത്ഷാ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് CJP അടുത്ത പടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും അവരുടെ ആദ്യ ബൗളിംഗ് ലക്ഷ്യം കണ്ടു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാന് ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്നു എന്ന് പറയുന്നതാകും ശരി. ഇത് അഭിജിത് ദീപ്കയുടെ വിജയമാണ്. ഇത് CJPയുടെ വിജയമാണ്. CJP വരുമ്പോൾ അത് BJPയെ വെല്ലുന്ന അല്ലെങ്കിൽ BJPയെ വെല്ലുവിളിക്കുന്ന ഒരു പാർട്ടിയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇപ്പോൾ BJPയെ വെല്ലുവിളിച്ചുകൊണ്ട് CJP ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അഭിജിത് ദീപ്കെ എന്ന നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവതാരമായി മാറിയിരിക്കുന്നു. SFIയും കോൺഗ്രസും CPMഉം ഒക്കെ CJPയുടെ പിന്നിലുണ്ട്. രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ അഭിജിത് ദീപ്കയുടെ പോരാട്ടത്തിന് പിന്തുണ നൽകുമ്പോൾ അത് BJPക്കെതിരായ കനത്ത പ്രതിരോധമായി ഉയർന്നു വരുന്നു. അങ്ങനെയാണ് എക്കാലവും പ്രതിരോധങ്ങൾ ഉയർന്നു വരും. രാജ്യത്ത് പ്രതിരോധങ്ങൾ എക്കാലത്തും ഉയർന്നു വരുമ്പോൾ ആ പ്രതിരോധത്തിന്റെ മുമ്പിൽ നിൽക്കുക യുവാക്കളായിരിക്കും. എന്തായാലും ചോരയൂറ്റുന്ന ലാത്തികളും പെല്ലറ്റുകളും ഒക്കെ കുട്ടികൾക്ക് മേൽ പ്രയോഗിച്ച അമിത്ഷയുടെ ഭ്രാന്തൻ നടപടിക്ക് ശക്തമായ മറുപടി കൊടുക്കുകയാണ് CJP. അമിത്ഷാ രാജിവെക്കണം.
അതാണ് സി ജെ പിയുടെ അടുത്ത സി ജെ പി അടുത്ത പ്രക്ഷോഭത്തിൽ ആവശ്യപ്പെടുന്നത്.